ഫിഫ തായങ്കിരി സ്ഥലം എത്തിയേട്ടാ. രതീഷേ അല്ല മീനെ സ്ഥലം എത്തിയിട്ടുണ്ട്. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. ഈ കണമ്പിന് എന്നാ വിലയാണ്? നമ്മൾ ഈ അടുത്തിടെയൊക്കെ റീൽസിൽ കാണുന്ന സ്ഥലം നമ്മുടെ ഇപ്പൊ അരുൺ പാലോട് പകർത്തുകയാണ്. വിഘ്നേഷ് നിപ്പുണ്ട്, വിഘ്നേഷ് കുടയും പിടിച്ച് നിപ്പുണ്ട്. നമ്മള് വന്ന വഴിക്ക് ഉണ്ടായിരുന്നു മഴ അല്ലേ? പിന്നെ കടുത്ത മഴയായിരുന്നു. എന്തായാലും നല്ല മഴയായിരുന്നു. ഇത് നമ്മള് ഇടയ്ക്ക് കട്ടായി പോയല്ലേ, റേഞ്ച് കട്ടാവുന്നു. ഇത് ഇങ്ങോട്ട് പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കാൻ പറ്റാത്ത ഓരോരുത്തടുത്ത് നമ്മൾ ചോദിച്ചു നമ്മൾ ചോദിച്ചതല്ലേ? ശരിയാണ്. ചോദിച്ചു വന്ന സമയത്ത് ആൾക്കാരുടെ പ്രതികരണം അതിനേക്കാളും ഇതാണ്. നമ്മളെക്കാളും ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സ്ഥലം നമ്മൾ കണ്ടെത്തി, സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ വൈബ്? എങ്ങനെയുണ്ട്? ആലപ്പുഴ, നമ്മുടെ ആലപ്പുഴ അല്ലേ? അതൊരു മനോഹരമായൊരു വികാരമാണ് ആലപ്പുഴ എന്ന് പറയുമ്പോഴേ. നമ്മൾ വള്ളംകളിക്ക് ഇവിടെ വരുമ്പോ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ആവേശം, അവരുടെ ഒരു സന്തോഷം, എത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്നു. ഇങ്ങനൊരു സ്ഥലം, ഇത് നമുക്ക് ലോകത്തെവിടെ പോയാലും ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലം. എത്ര ദൂരം ലോങ് പോയിട്ടുണ്ട്? ഞാൻ ഇവിടെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരിടത്തും വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വികാരവും. അതാണ് അല്ലു പറയുന്നത്, ഒരു വികാരമാണ്. നമുക്കിനി ഇതിനകത്തോട്ട് കയറാം. നമ്മുടെ ഫിഫ കള്ള് ഷാപ്പാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ തന്നെ സ്ഥാപനമാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു നാടൻ പാട്ട് കേൾക്കാമെന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. രാജേട്ടോ നമുക്കൊരു പാട്ട് ആയാലോ? വന്നു, എല്ലാരും ഉണ്ട്. മഴ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയത് മുതൽ മഴ. അതെ, മനോഹരമായ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ പാടശേഖരമാണ് കാണാൻ പറ്റുന്നത് അല്ലേ? അതെ, നമ്മൾ അത് പറയുകയായിരുന്നു. ആലപ്പുഴയുടെ ഒരു പ്രത്യേകത അത് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. വള്ളംകളിക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു. അല്ലാതെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇടമാണ്. കാരണം അത്രയും മനോഹരമായതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും പോകാറുണ്ട്. പക്ഷേ ഈ ആലപ്പുഴ എന്ന് പറയുന്നത് വിദേശികൾക്കുൾപ്പെടെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മൂന്നാർ പോലെയൊക്കെ. പക്ഷെ ഇനി ഒരുപാട് സംസാരിച്ച് കളയുന്നില്ല. കള്ളായിരിക്കും അല്ലേ? കള്ളാണ്. ഉടനാടല്ലേ? ഒറിജിനൽ കള്ളാണ്. രാജേട്ടനെ വിളിക്കും. രാജേട്ടൻ അവിടെ മാറിയെന്ന് പറ്റില്ല. രാജേട്ടൻ അവിടെ പോയി. രാജേട്ടൻ വരുമോ അല്ലേ? വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ? ഒരു ചെറിയൊരു പാട്ട്. ഇരുന്നാട്ടെ. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ വഞ്ചിപ്പാട്ട്, അല്ലെങ്കിൽ ആലപ്പുഴയുടെ തനതായിട്ടുള്ള ഒരു നാടൻ പാട്ട്, ഏതെങ്കിലും ഒന്ന്. ആരാ പാടുന്നത്? ചേട്ടൻ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഒന്ന് തട്ടുമല്ലേ? ഒന്ന് തട്ടും. ആയിക്കോട്ടെ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്നേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പാടിയെന്നു നമ്മൾ പാടിയൊരു പാട്ടുപാട്ട്. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ നമ്മളും നാടേ. പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ച് മണി മഞ്ച ചുമന്നേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. വിശ്വപ്രഖ്യാതയായ ആലപ്പുഴ നെഹ്റു ട്രോഫി നാളെ നടക്കുകയാണ്. കുട്ടനാടും ആലപ്പുഴയും മറ്റുള്ള ജില്ലകളെല്ലാം
അതിഗംഭീരമായി കരുതിയിരിക്കുന്ന വളരെ മനോഹരമായ നെഹ്റു ട്രോഫി വള്ളംകളി നാളെ രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. കേരളത്തിലെ ഒട്ടനവധി ചെറുവള്ളങ്ങളും വലിയ വള്ളങ്ങളും നാളെ പങ്കെടുക്കുകയാണ്. വീറും വാശിയോടും കൂടിയാണ് നാളെ 21 ചുണ്ടൻ വള്ളങ്ങൾ ആലപ്പുഴ പുന്നമടക്കായലിൽ പോരിനിറങ്ങുന്നത്. അതിൽ പല ടീമുകളും പല ക്ലബ്ബുകളും കപ്പെടുക്കാൻ വേണ്ടി തന്നെ തുഴഞ്ഞു വരുന്ന വള്ളങ്ങളാണ്. ഒരുപാട് സാമ്പത്തിക ചെലവോട് മുടക്കി 1.5 കോടി രൂപ മുടക്കിയാണ് ഓരോ ക്ലബ്ബുകളും രംഗത്തിറങ്ങിയിരിക്കുന്നത്. പലരും ഹാർട്ടേക്ക് എടുക്കാൻ വേണ്ടി വരുന്നു, മറ്റേ ഹാർട്ടേക്ക് കൊടുക്കില്ല എന്നും പറഞ്ഞു വരുന്നു. ഇവരെയെല്ലാം വാശി നാളെ നമുക്ക് പുന്നമടക്കായലിൽ അഭിമുഖീകരിക്കാം. നിങ്ങളോടൊപ്പം ഞാനും പുന്നമടക്കായലിലേക്ക് വരും. ഞാൻ എടുത്തോട്ടെ. അല്ല വേണമെന്നില്ല. അതായത് പിന്നെ ഇത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികാരമെന്ന് പറയണോ? ഇത് കള്ളിന് അങ്ങനെ പറയണോ? ഒന്നുമില്ലേ കുറച്ച് ഇങ്ങനെ പിന്നെ നല്ല ഇത് മീനിന്റെ ചാറായിരിക്കില്ലേ? മനോഹരം. നിതീഷ് കുറച്ച് കുടിക്കുന്നത് ഇത് മധുരക്കള്ളാണോ? ആണല്ലേ? ഒരു പാട്ടോടായല്ലോ. ചേച്ചി വരട്ടെ. അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെലവിന്റെ കാര്യം പറഞ്ഞു. സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഷാപ്പുകളുടെയൊക്കെ നിലവാരം ഉയർത്തിയിട്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി. അപ്പൊ കുടുംബത്തോടെയൊക്കെ ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇപ്പൊ എന്താ ഷാപ്പ് നടത്തുമ്പോൾ ഒരു അവസ്ഥ? ഇപ്പൊ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഫാമിലിയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. കുട്ടികളും ഭാര്യ ഭർത്താക്കന്മാര് കുട്ടികൾ വല്യമ്മമാര് വല്യച്ഛൻ അവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് വന്നിരുന്ന് കഴിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. AC റൂമുണ്ട്. മേളിലത്തെ നിലയിൽ നമ്മുടെ ഷാപ്പിന്റെ മേളിലത്തെ നിലയിൽ 50 പേർക്ക് വരെ ഫുൾ AC ഒന്നിച്ചിരുന്ന് ബർത്ത്ഡേ പാർട്ടി എന്ത് വേണമെങ്കിലും നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലാഭകരമാണോ ഇത് നടത്താൻ? ലാഭം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഫുഡിന്റെ കച്ചവടമാണ് നമുക്ക് കൂടുതലുള്ള. മരക്കള്ളൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും മരക്കള്ളൊക്കെ കഴിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ മരക്കള്ളൊക്കെ അടിക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഈ കാട്ടുകുതിര സിനിമ കാണുമ്പോ തിലകല്ലേ ഇങ്ങനെ ഈ ഷാപ്പ് നടത്തുന്ന ഒരു സിനിമ കാണുമ്പോ ഇങ്ങനെ ഇന്നസെന്റ് വന്നിട്ട് മങ്കേ ഈ കണമ്പിന് എന്നാ വിലയാണ്? ചേച്ചി ഒരു വഞ്ചിപ്പാട്ട് പാടാമോ? അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് ചേച്ചി ഒരു കാലഘട്ടത്തിനെയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ചേച്ചി വള്ളം തുഴയാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. വീട്ടിൽ വെള്ളമുണ്ടോ? ഇപ്പൊ വീട്ടിൽ വെള്ളമില്ല. വെള്ളം തുഴയാനും പാടാനും ഒക്കെ പോകും.
പലയിടത്തൊക്കെ പോയിട്ടുണ്ട്. മത്സരത്തിന് പണ്ട് പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തിട്ടുണ്ട്. എന്താ പേര്? എന്റെ പേര് ഉമ്മ. ചേച്ചി ക്യാപ്റ്റൻ ആയിരുന്നോ? അല്ല, ചേച്ചിയാണ് പാടുന്നത്. ഞങ്ങള് പുറകിൽ പാടുന്നവരായിരുന്നു. അപ്പൊ ഇപ്പൊ മത്സരിക്കാനൊന്നും ഞങ്ങൾ 3 വർഷമായിട്ട് മത്സരിക്കാൻ പോകുന്നില്ല. ഈ ഭാഗമൊന്നും എടുത്തു നോക്കുന്നില്ല. അതൊക്കെ കൊണ്ടാണ്. ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ ഇത് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. പിള്ളേര് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ കൊച്ചു പിള്ളേര് ഇത് അവതരിപ്പിക്കും. നമ്മള് തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോ പറയും, ഞങ്ങൾക്ക് വീട്ടില് ബൈക്ക് കാറൊക്കെ ഉള്ളതുപോലെ ഈ R ബ്ലോക്കില് അവിടെയൊക്കെ നമുക്ക് ഈ പുന്നമടക്കായലിന്റെ പല ഭാഗത്തും നെൽപ്പാടങ്ങളാണല്ലോ. അവിടെ ഉള്ള ആളുകൾക്ക് ബൈക്കിനൊക്കെ പകരമുള്ളത് വള്ളമാണ്, കാറിന് പകരമുള്ളത് വള്ളമാണ്. നാട്ടിലോട്ട് ബന്ധപ്പെടാൻ ഇപ്പോഴും അങ്ങനെയാണ്. അവിടേക്കൊക്കെ ഉണ്ട്, കൊച്ചുവെള്ളമുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഈ പാലം വരാനുള്ള സാധ്യതകളുണ്ട്. ഈ മുരിക്കന്റെ VS-ന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറയും, മുരിക്കന്റെ പാടശേഖരം എന്നൊക്കെ R ബ്ലോക്ക് അങ്ങനെയൊക്കെ പറയും. റാണി, ചിത്തിര, മാർത്താണ്ഡങ്കായൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏക്കർ കണക്കിന് സ്ഥലം, അതിന്റെ ചുറ്റും താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് വള്ളത്തിൽ വരുന്ന സാഹചര്യം. അപ്പൊ ഈ പാലമൊക്കെ ഇനി വരാനുള്ള സാധ്യത ഉണ്ടോ? പാലപ്പോ കുറെ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പാലം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഒരു നെൽകൃഷിയൊക്കെ എങ്ങനെ? നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. ഈ പാലക്കാടും ആലപ്പുഴയാണ് നമ്മുടെ നെല്ലിന്റെ ഏറ്റവും വലിയ കലവറ എന്ന് പറയുന്നത്. കൃഷിയിൽ കർഷകർക്ക് ഉത്തേജനം കൊടുക്കണമെങ്കിൽ അവർ കഷ്ടപ്പാടിന്റെ വിയർപ്പ് കൊയ്ത്ത് കഴിയുമ്പോൾ തന്നെ കയ്യിൽ കിട്ടണം. ഇത് മാസങ്ങൾ കാത്തിരിക്കണം നമുക്ക് നെല്ല് വിറ്റ് പോയിട്ട് ആ പൈസക്ക് വേണ്ടി. ഇപ്പോഴും നെല്ല് കിട്ടാനുള്ള പാടശേഖരങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും ഈ പുതിയ തലമുറ നെൽകൃഷിയിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കണം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. ഞാനും ഒരു കൃഷിക്കാരനാണ്, ചെറിയ കൃഷിക്കാരനാണ്. എങ്കിൽ പോലും കുട്ടനാട്ടിൽ വർഷങ്ങളായി താമസിക്കുന്നുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ അപ്പനപ്പന്മാർ മുതൽ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പോൾ കൃഷിയെ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വപരമില്ലാത്ത നിലപാടാണ്, കർഷകരോടുള്ള നിലപാടാണ്. ഈ കാരി, തിലാപ്പി, മുഷി എന്തൊക്കെയാ ഇവിടെ നമ്മുടെ ഷോപ്പിൽ കിട്ടും? നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നത് മീൻ ഐറ്റം ആണെങ്കിൽ കാരി, വരാല്, കരിമീന്, പള്ളത്തി, പൊടിമീന്, ഇതെല്ലാം നമ്മള് ചെമ്മീന്, ഞണ്ട്, കൊഞ്ച്, ഇതെല്ലാം നമ്മൾ ആവശ്യാനുസരണം ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തോ പൊള്ളിച്ചോ മസാലയോ മപ്പാസോ വാട്ടിപ്പറ്റിച്ചോ ഏത് രീതികളും നമ്മൾ കൊടുക്കും. മീൻ ഐറ്റം തന്നെ. ആലപ്പുഴ വന്നിട്ട് മീൻ കഴിച്ചിട്ട് പോയാൽ മതി. ഒരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഫിബ എന്ന് പറയുന്ന ഷാപ്പ് കുട്ടനാട്ടിൽ അതിപ്രശസ്തനീയമാണ്. കാരണം ഈ ജില്ലയെ വിട്ടു മറ്റ് അന്യ ജില്ലകളിൽ നിന്നൊക്കെ ഫാമിലിയോടെ വന്നു, കൂട്ടത്തോടെ വന്നു, അതും പ്രത്യേകിച്ച് സാറ്റർഡേയും സൺഡേയും അവര് ഇതിനുവേണ്ടി മാത്രം ഇറങ്ങുന്ന പല ടീമുകളുണ്ട്. ഇവിടെ വന്ന് ആവശ്യത്തിലധികം മനോഹരമായ ഫുഡ് കഴിച്ച്, സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ച് പോകുന്ന പല ടീമുകളെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അവരുടെയൊക്കെ പല ഫോൺ നമ്പറുകളും എന്റെ കയ്യിലുണ്ട്, ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് പാടാൻ പറ്റും? अर्पो खर्ग धियो खर्ग धियो खर्ग धियो यंदी वन्ना विप्रदेशे तैरै रगरैरैदो यंदी वन्ना विप्रदेशे मंदिरंगल विलंगुवन यंदी वन्ना विप्रदेशे मंदिरंगल विलंगुवन तो കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം കുര വേണം കുരവ വേണം. അപ്പൊ ഏതിനും നമ്മൾ ഇത്രയും നേരം വളരെ സന്തോഷമായി. കാരണം ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ആത്മാവെന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ്. അത് ഏറ്റവും വലിയ സന്തോഷം ഈ ചേച്ചി വന്ന് പാടിത്തന്നു എന്നുള്ള ഉമ്മച്ചേച്ചി അല്ലേ, ഉമ്മച്ചേച്ചി പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ഹൃദയം നിറയണമെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കണം. അപ്പോൾ ഏതിനും വളരെയധികം സന്തോഷമുണ്ട്. നാളെ വള്ളംകളി നടക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അത് കണ്ട് ആസ്വദിക്കുമെന്ന് പറയാം. കാരണം നിങ്ങൾ പണ്ടല്ല ആലപ്പുഴയെ കുറിച്ച് പറയുമല്ലോ, ഈ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ വെള്ളത്തിന് മുകളിലെ വള്ളം വരും അല്ലെ, അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഏതിനും ആ സംസ്കൃതി, ആ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു ജീവിത രീതി, അതെല്ലാം തന്നെ നിങ്ങൾ അനുഷ്ഠിച്ചു പോവുക. നമ്മുടെ വയലേലകളൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അതിൽ കാണുമ്പോൾ നമുക്കുമൊക്കെ വളരെ സന്തോഷമുണ്ട്. അരുൺ പാലോടിനൊപ്പം BB വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ.